ഇന്നൊരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഇപ്പോൾ ഒരുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പൊക്കെ വരും. അതുകൊണ്ട് ഇന്ന് ഞാനൊരു സ്വീറ്റ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ദുബൈയിലാണ്. അപ്പോൾ ഈ അറബിക് സ്വീറ്റ്സ് ഒരുപാട് ഇവിടെ ഉണ്ട്. അതിൽ എല്ലാവർക്കും അറിയുന്നൊരു സ്വീറ്റ്സാണ് ലുക്കീമിയത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് ഉണ്ടാക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ നാട്ടിലൊരു പ്രശ്നം എന്നറിയോ, അത് ഉണ്ടാക്കിയിട്ട് ആ ലുക്കീമിയത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പഞ്ചസാര വെള്ളം ചൂടാക്കിയിട്ട് അത് സിറപ്പായിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കും. അപ്പോൾ അതിൻ്റെ പേരെന്താ ഗുലാം ജാമുനായിട്ട് മാറും. ഒരിക്കലും അതിൻ്റെ മുകളിൽ പഞ്ചസാര വെള്ളമല്ല, ഡേറ്റ് സിറപ്പാണ് ഏറ്റവും അതിന് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കോമ്പിനേഷൻ അത് തന്നെയാണ്. അതാകുമ്പോൾ അത് വലിച്ചെടുക്കത്തില്ല. വലിച്ചെടുക്കുമ്പം അത് സോഫ്റ്റായി, അത് സിറപ്പ്, അതിൻ്റെ ഒരു ഗുലാം ജാമുവിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നവരോട് ഇതെന്താക്കുക, അതിന് മുകളിൽ ഈ ഡേറ്റ് സിറപ്പ്, ഈത്തപ്പഴ ചാറ്, അതാണ് അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ദുബൈയിലാണ്. ദുബൈയിലും ഇത് കിട്ടും. പക്ഷേ ദുബൈയിൽ എവിടെ കിട്ടുമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഞാനിപ്പോൾ ദുബൈയിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. കുറേ ഇപ്പം അജ്മാനിൽ പോയാലും ഷാർജയിൽ പോയാലും സാധനം കിട്ടും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിൽ ഈ ഒരു ലുക്കീമിയത്തിൽ ഞാനിപ്പോൾ വാങ്ങിച്ചത് ഒന്ന് നോർമൽ. ഇതിന് ഇത്രയും പീസ്, ഏകദേശം 2, 4, 8, 16 പീസോളം ഉണ്ട്. ഈ 16 പീസിൽ ഇനി 5 ദിറംസാണ്. ഇപ്പോഴത്തേന് ഇത് മിക്സാണ്, എല്ലാ ഫ്ലേവറും മിക്സ് ആക്കിയിട്ടില്ലതിന് 10 ദിറംസും. ഇത് ഞാൻ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഷാർജയിൽ നിന്ന് അജ്മാനിൽ നിന്നും 15ഉം 20 ദിറംസും ഒക്കെ കൊടുത്ത് വാങ്ങിച്ചു. പക്ഷേ ദുബൈയിൽ തന്നെ ഇത് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അടിപൊളി സംഭവമാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇത് ഒറിജിനൽ നല്ലൊരു, അത് വലിച്ചെടുക്കത്തില്ല, അതിൻ്റെ പുറത്ത് മാത്രമേ അതിൻ്റെ സ്വീറ്റ്സ് ഉണ്ടാവും. അല്ലോ ഇങ്ങനെ ആ ഒരു പുറത്ത് മാത്രം, അതിൻ്റെ അകത്തെത്തൂല. അപ്പം നല്ല ടേസ്റ്റാണ് അത്. അതുപോലെ തന്നെ മിക്സിൽ സിറപ്പ് ഉണ്ടാവില്ല. ഇതിൽ ചോക്ലേറ്റ് ഉണ്ട്, വനില ഉണ്ട്, കുറച്ച് നമ്മളെ പിസ്തൻ്റെ എല്ലാം മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. ന്യൂട്രല്ല, അത് മിക്സ് ആയിട്ടുള്ള സംഭവം. അത് മോശമില്ല, അത് രണ്ടും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പള്ള നിറക്കാനുള്ള സാധനമില്ല. അത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. ഭാര്യ വെച്ച് അങ്ങ് തിന്നുക. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്വീറ്റ്സ് ആയിട്ട് മാറില്ല, വിശപ്പടക്കൽ. സ്വീറ്റ്സ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നമുക്ക് എന്ത് സ്വീറ്റ്സും കഴിക്കാം. അതിൽ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ അത് മോശമായി മാറുന്നു. നമ്മൾ അറിയണം എല്ലാ സ്വീറ്റ്സും എല്ലാ സംഭവങ്ങളും. ഈ ലോകത്ത് ഉണ്ടാക്കുന്നതൊക്കെ മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്, മനുഷ്യന്മാർ കഴിക്കാൻ പറ്റുന്നതാണ് കഴിക്കാം. ഇതുപോലത്തെ സ്വീറ്റ്സ്, അറബികളെ സ്വീറ്റ്സ് എന്നെല്ലാം പറയുന്നത്, അറബിക് സ്വീറ്റ്സ് എന്നെല്ലാം പറയുന്നത് ഒരുപാട് വെറൈറ്റീസും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷേ കുറേയെല്ലാം കോസ്റ്റ്ലിയാണ്. ചിലത് നല്ല ബിസ്ക്കറ്റെല്ലാം കിട്ടും, നല്ല കോസ്റ്റ്ലി ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അതുപോലെ തന്നെയാണ്, അത് ജസ്റ്റ് കഴിക്കുക. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ പോയിട്ട് 5 റുപ്യൻ്റെ ബിസ്ക്കറ്റോ 10 റുപ്യൻ്റെ ബിസ്ക്കറ്റോ ഇങ്ങനെ ചായയിൽ മുക്കി നമുക്ക് തിന്നു കഴിഞ്ഞാൽ കീറി മുറിയും. അങ്ങനെയുണ്ട്. ലുക്കീമിയത്ത് പോസിബിൾ ആട്ടോ. ലുക്കീമിയത്തിന് ഇതിനിപ്പോൾ 5 ദിറംസേ ഉള്ളൂ. ഷാർജയിലും അജ്മാനിലെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വാങ്ങിച്ചിട്ട് 15 ദിറംസ് ഈ ഇത്രയും ക്വാണ്ടിറ്റിയില്ലേ. അജ്മാനിൽ ഏകദേശം ഈ മിക്സ് എനിക്ക് വന്നത് 25 ദിറംസ്. ഇതെനിക്ക് പോസിബിൾ അല്ലേ. ഒന്ന് വാങ്ങുന്ന പൈസയ്ക്ക് ഏകദേശം എനിക്ക് 2 എണ്ണം കിട്ടി. അപ്പം മറക്കണ്ട, ഇത് അൽ വർക്കയിൽ ഈ കാണുന്ന ഷോപ്പാണ്. ഗൂഗിളിലോട് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടാക്കും. പക്ഷേ വരുമ്പോൾ 3 മണിക്ക് ശേഷം വരാം. കാരണം മോർണിംഗിലൊന്നും ആരും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ വലിയ കൺജസ്റ്റഡ് ഒന്നുമില്ല കേട്ടോ ഈ ഏരിയയിൽ. പാർക്കിംഗ് ഇഷ്യൂസും ഒന്നുമില്ല. സമാധാനത്തിൽ വരിക, വാങ്ങിച്ചിട്ട് പോവുക. 15 ദിറംസിന് ഒരു മിക്സും ഒരു നോർമലും വർത്ത്.